ഹലോ, ഞങ്ങൾ ഇന്ന് പഴനിക്ക് പോകുന്നുണ്ടോ. പഴനിക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് ഓരോ പോകുന്നത്. ട്രെയിൻ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ തിരക്കൊന്നുണ്ടായിരുന്നില്ല. നമുക്ക് സീറ്റ് കിട്ടി, ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖമായിരുന്നു കേട്ടോ. ഒരുപാട് വൈകിയൊന്നുമില്ല, പെട്ടെന്ന് ട്രെയിൻ വന്നപ്പോൾ ഞങ്ങളുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു ക്യാബിൽ ഞങ്ങൾ അപ്പുറം ഓപ്പോസിറ്റ് ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ ചിരിയും കളിയും പിന്നെ കയ്യിലുള്ള സ്നാക്സും മുട്ടായൊക്കെ കുട്ടികളൊക്കെ തിന്ന് വലിയ കാഴ്ചയെല്ലാം കണ്ട് പെട്ടെന്ന് തന്നെ പഴനി ഞങ്ങൾ പഴനി എത്തി. സ്റ്റേഷന് പുറത്ത് കുതിരവണ്ടിയും ഓട്ടോറിക്ഷയും ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ബസ് ഫുള്ളായിരുന്നു. അവിടെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് നേരെ പഴനിമലയുടെ ചോട്ടിലിറങ്ങിയ ശേഷം ആദ്യം തേടിയത് ഒരു ഹോട്ടലായിരുന്നു. എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഇഷ്ടമുള്ള ഫുഡ് എല്ലാവർക്കും ആൾക്ക് എന്താ വെച്ചാൽ കഴിക്കാന്നുള്ളതിൽ കുറേ പേര് പൂരിയും ഇഡ്ഡലിയും നെയ്റോസ്റ്റും അങ്ങനെ ഇഷ്ടമുള്ള പലഹാരങ്ങൾ മേടിച്ച് കഴിക്കാൻ തുടങ്ങി. ഞാൻ കുഞ്ഞിനും ഒരു നെയ്റോസ്റ്റ് വാങ്ങി ഞങ്ങളും കൂടെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റോടുള്ള ഭക്ഷണം തന്നെയാണ് അവിടെ കിട്ടിയത്. ഇതാണ് ഹോട്ടൽ. കാരണം ഒരുപാട് കോസ്റ്റ്ലി ഒന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് പഴനി ദേവസ്ഥത്തിന് കീഴിലുള്ള മുട്ടയടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ടോക്കൺ എടുത്ത് ഞങ്ങളകത്ത് പോയി. ടോക്കൺ പൈസയൊന്നും വേണ്ട. നമ്മൾ മുടിവെട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ മുടിവെട്ടിയ ആൾക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി. അത് 100 രൂപയായിട്ടോ 200 50 അങ്ങനെ ഒരുപാട് കുറയ്ക്കാതെ കൊടുക്കണം. അല്ലെങ്കിൽ അവർ ചോദിച്ച് മേടിക്കണ്ട. എല്ലാത്തിനും അവർ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് പൈസ ചോദിച്ച് വരും. എല്ലാത്തിനും കൊടുക്കാൻ നിൽക്കരുത്, കൊടുത്താൽ നമ്മൾ പൊളിയും. അങ്ങനെ ഞങ്ങൾ 4 പേരും മുട്ടയടിച്ചുട്ടാ. അതിൽ നിജുവിനും കുഞ്ഞിനെയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുട്ടയടിക്കാൻ. അകത്തന്നെ കുളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി നേരെ വെളി വന്ന് ഒരു 50 രൂപ കൊടുത്തപ്പോൾ കുറച്ച് ചന്ദനം കിട്ടി. അതൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച് സെറ്റായി. പിന്നെ മൊബൈൽ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെ ഒരു റൂൾസ് ഇപ്പോൾ അവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മൊബൈൽ എടുക്കാൻ പറ്റില്ല. മൊബൈൽ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് മൊബൈൽ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്, നമുക്ക് അവിടെ ഏൽപ്പിക്കണം. അതിന് ടോക്കനും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സേഫ്റ്റിയാണ്. ഈ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ എത്തിയിരുന്നു.